ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തിരുവാതിര പുഴുക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള കിഴങ്ങു വർഗ്ഗങ്ങളും പയറും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പുഴുക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല രുചിയുള്ള ഈ പുഴുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. പുഴുക്ക് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് വൻപയറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. തലേന്ന് രാത്രി തന്നെ നല്ലതുപോലെ കഴുകി വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ള വൻപയറാണിത്. വൻപയർ ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തിയതിന് ശേഷം വേണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പയറ് വളരെ എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടും. ഈ പയറ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് പയർ വേവിച്ചെടുക്കാം. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് നേരം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും പയർ നമുക്കിവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് പുഴുക്കിലേക്ക് ആവശ്യമുള്ളത് കിഴങ്ങു വർഗ്ഗങ്ങളാണ്. നമ്മുടെ കയ്യിലുള്ള എല്ലാ കിഴങ്ങു വർഗ്ഗങ്ങളും നമുക്ക് പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേമ്പ് എടുത്തിട്ടുണ്ട്, മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ കാച്ചിലാണുള്ളത്, ഒരു ചെറിയ കഷ്ണം ചേന, പിന്നെ കുറച്ച് കൂർക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ പച്ചക്കായയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം എടുക്കുന്നതിന് നമുക്ക് കൃത്യമായ അളവുകളൊന്നുമില്ല. നമുക്ക് എത്രത്തോളം പുഴുക്ക് ആവശ്യമുണ്ടോ ആ ഒരു അളവിൽ നമുക്കിതെല്ലാം എടുക്കാവുന്നതാണ്. പയർ വെന്ത് കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇപ്പോൾ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. വൻപയർ നമുക്കിവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെന്ത പയറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങുകൾ ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ ആദ്യം ചേനയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുഴുക്കിന് വേണ്ടിയിട്ട് കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അല്പം വലുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്ത് ചേന ചേർത്ത് കൊടുക്കാം. കാച്ചിലാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. കൂർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ വലിയ കൂർക്കയൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതെല്ലാം അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരിഞ്ഞെടുത്ത പച്ചക്കായ ചേർത്ത് കൊടുക്കാം. കായയുടെ തൊലി പൂർണ്ണമായിട്ടും മാറ്റിയിട്ടില്ല, ചെറുതായിട്ടൊന്ന് ചീന്തി കളഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നമ്മളിവിടെ ചേമ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്തെടുത്ത മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പയർ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്ത വെള്ളം അല്പം ബാക്കിയുണ്ട്. അത് കണക്കാക്കി നമുക്കിനി ഇത് വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളും പയറിൽ കിടന്ന് വെന്ത് വരണം. ഇവിടെ ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലൊക്കെ മതിയാകും. അപ്പോഴേക്കും നമുക്കിത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഇത് കുക്കായി വരട്ടെ. ഇനി നമുക്ക് പുഴുക്കിന് വേണ്ടിയിട്ടുള്ള നാളികേരത്തിന്റെ അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ 2 കപ്പ് ചിരകിയ നാളികേരമാണ് എടുത്തിട്ടുള്ളത്. പുഴുക്കിന് വേണ്ടിയിട്ട് നാളികേരം എടുക്കുമ്പോൾ ധാരാളം നാളികേരം എടുക്കണം, ഒട്ടും തന്നെ കുറയാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി അരച്ചെടുക്കണം. പുഴുക്കിന് വേണ്ടിയിട്ട് അരച്ചെടുക്കുമ്പോൾ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാകും. 2 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന കിഴങ്ങുകളെല്ലാം ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. കുക്കറിൽ നിന്ന് ഈ ഒരു കടായിലേക്ക് കഷ്ണങ്ങൾ മുഴുവനും മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പുഴുക്കിലെ കഷ്ണങ്ങൾ പൂർണ്ണമായിട്ട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത് അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരണം. അതുവരെ ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുഴുക്ക് കുറുകിയ പാകത്തിൽ അല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ അല്പം കൂടി തിക്കായിട്ട് വരും. ഇപ്പോൾ അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് അല്പം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചെറുതായിട്ടൊന്ന് ഞെരടിയതിന് ശേഷം നമുക്കിത് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലയെല്ലാം നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ആ ഒരു ഫ്ലേവർ എല്ലാം പുഴുക്കിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് നേരം അടച്ചു വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല രുചിയുള്ള തിരുവാതിര പുഴുക്ക് റെഡിയാണ്. പുഴുക്ക് എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.